Hi all, I'm gonna do a ghee cake today. സോ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഒന്നുമല്ല. ഞാൻ യൂട്യൂബ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനത് ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാമെന്ന്. കാരണം ഇതിപ്പോൾ ഉണ്ടാക്കിയാലും പെട്ടെന്ന് തീരും. നമ്മൾ ഉണ്ടാക്കുക പെട്ടെന്ന് നമുക്കൊരു പീസിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. സോ ഐ തോട്ട് ഞാൻ യൂഷ്വലി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഐ വിൽ ഷോ യു ഗൈസ്. ഫസ്റ്റ് നമുക്ക് എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് 4 മുട്ടയും 2 കപ്പ് ഷുഗറുമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റോജേഴ്സിൻ്റെ ഷുഗറാണ്. പക്ഷേ ഇതിന് ഇച്ചിരി സ്വീറ്റ്നെസ് കുറവായതുകൊണ്ട് നമുക്ക് യൂസ് മോർ ദാൻ 2 കപ്സ്. ഓക്കെ, സോ ഇപ്പം 4 മുട്ടയും ഒരു 2.5 കപ്പ് പഞ്ചസാര. കാരണം ഞാൻ പറഞ്ഞില്ല റോജേഴ്സിൻ്റെ ബ്രാൻഡ് ഇച്ചിരി ഷുഗർ കുറവാണ്. സോ ഐ യൂസിങ് 2.5 കപ്പ്. നിങ്ങൾക്ക് ഷുഗർ കുഴപ്പമില്ലെങ്കിൽ 2 കപ്പ് മതിയാവും. Now I'm gonna mix the 4 eggs and the sugar. Not for long, കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചെയ്യാൻ പോകുന്നത് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബൗൾ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ആവി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബൗള് ഈ പാത്രത്തിൻ്റെ വെള്ളം ബൗളിൻ്റെ അതിൽ കയറാത്ത രീതിയിൽ, വെള്ളം പറ്റാത്ത രീതിയിലുള്ള സൈസിലുള്ള പാൻ വേണം വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി എടുക്കാൻ. ബോയിലാകാൻ തുടങ്ങിയാൽ പിന്നെ അത് ഗ്യാസ് സിമ്മിലേക്ക് വെക്കുക. ഏറ്റവും ലോ ഹീറ്റിൽ വെച്ചിട്ട് ആ ബൗള് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സോളം വിസ്ക് ചെയ്യുക. എന്ന് വെച്ചാൽ 2 മിനിറ്റ്സ്, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 2 മിനിറ്റ്സ്. അപ്പം ആ മിക്സ്ചർ, എഗ് യോക്കിൻ്റെ ആ യെല്ലോ കളറൊക്കെ മാറി ആ കംപ്ലീറ്റ് മിക്സ്ചർ ഒരു വൈറ്റ് ആവും. കംപ്ലീറ്റ്ലി ഷുഗർ മെൽറ്റ് ആയാലും കുഴപ്പമില്ല, ഒരു വൈറ്റ് കളറിലാവും. സോ ദിസ് ഇസ് ദ മിക്സ്ചർ നൗ. ഒരു 2 മിനിറ്റ്സും പിന്നെ ഒരു 5 സെക്കൻഡ്സും ആണ് വെച്ചത്. അപ്പോൾ ഈ ഒരു കളറിലായി. ഇനി അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഈ മിക്സ്ചറിലേക്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുകയാണ്, ഒരു ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ. ഇപ്പം ബാറ്റർ ഏകദേശം കുറച്ചും കൂടെ വൈറ്റ് കളറായി. ഞാനിപ്പം വിസ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇഫ് യു ആർ സമ്മൺ വിത്ത് വീക്ക് ഹാൻഡ്സ്, ആസ്ക് ഫോർ ഹെൽപ്പ് ബിക്കോസ് ഇറ്റ് ടേക്സ് സം ടൈം ടു വിസ്ക് ഇറ്റ്. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ടില്ല, ബട്ട് കഴിയുന്നത്രയും മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഹോട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോഴേക്കും കുറച്ചും കൂടി നല്ല പ്രോപ്പറായിട്ട് മിക്സ് ആയിക്കോളും. നൗ വി കൻ ആഡ് മൈദ, ലൈക്ക് ഓൾ പർപ്പസ് ഫ്ലോർ. ഇനി നമ്മളൊരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ യൂസ് ചെയ്യാൻ പോവാണ്. യൂസ് എ മെഷറിങ് കപ്പ്. സോ 1 കപ്പ് മൈദ, ദാറ്റ്സ് 2 കപ്പ്. ഇത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, മൈദ. യൂഷ്വലി നോർമൽ ബ്രാൻഡ് വാൾമാർട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും മതി. ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ദാറ്റ്സ് 2 ടീസ്പൂൺ. ആഡ് 1/4 ടീസ്പൂൺ, നോട്ട് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ സോൾട്ട്. ഇറ്റ്സ് എ നോർമൽ സോൾട്ട്, ദ വൈറ്റ് സോൾട്ട്. ഇത് ജസ്റ്റ് ഒരു 1 ടൈം ഒന്ന് സീവ് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് 1 ടൈം, 2-3 ടൈംസ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് 1 ടൈം ചെയ്താൽ മതി. ഒന്ന് മിക്സ് ഇട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം. നമ്മളൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മിൽക്കും 1 കപ്പ് ഗീയും കൂടി വീണ് ബോയിലിട്ട്. 1 കപ്പ് ഓഫ് ഗീ. ഇതാണ് ഗീ. ഇറ്റ്സ് നോട്ട് ബട്ടർ, ഇറ്റ്സ് ക്ലാരിഫൈഡ് ബട്ടർ. ബാറ്റർ റെഡിയായി. അവനൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യുക. ദെൻ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാനിലേക്ക് പോർ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ഞാനിപ്പം ഈ 2 പാനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഗോണ ബേക്ക് ഫോർ 25 മിനിറ്റ്സ്.